നമുക്ക് കരിമീനിന് പകരം സിലോപ്പിയ ഒന്ന് പൊള്ളിച്ചെടുത്താലോ. അപ്പം സിലോപ്പിയ ഇതുപോലെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഇല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് വിനാഗിരി ഒഴിച്ചാലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ അരപ്പിട്ട് തേച്ച് നമുക്ക് പുരട്ടി ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കുക. അതിനുശേഷം ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. എല്ലാം കൂടെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ വേറൊരു പാനിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാള, കറിവേപ്പില ഇത്ര ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുമ്പോൾ ഇച്ചിരി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വന്നോട്ടെ. അതിനുശേഷം 2 തക്കാളിക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് പൊടികളും ആഡ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ സിലോപ്പി വെച്ചിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. കരിമീൻ പൊള്ളിച്ചത് പോലെ അതേ ഒരു ടേസ്റ്റിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കരിമീൻ അല്ലെന്ന് പറയത്തില്ല കേട്ടോ. അപ്പോൾ കരിമീനെന്ന് പറഞ്ഞ് നമുക്ക് കളിപ്പിക്കാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. നമ്മളിന് മുമ്പ് എപ്പോഴും ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ഇടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു തരാം. നമുക്ക് ഇന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ 2 മീനേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഉലുവയുടെ പൊടി കൂടി എടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്ക് തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോടെ നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നല്ലതായിട്ട് വരട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് നന്നായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വെന്ത് വരട്ടെ. അത് മസാലയൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഇനിയും ഒരു ഇലക്കകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇലയൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. മസാല വെച്ച് കൊടുത്ത് മീൻ വെച്ച് കൊടുക്കാം. മീൻ വെച്ച് കൊടുത്ത് ഇതിൻ്റെ പുറത്ത് നമുക്ക് വീണ്ടും മസാല വെച്ച് കൊടുക്കാം. ഒരു 2 കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഒരു സ്വല്പം എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാവേ. അപ്പം പൊതിഞ്ഞ് വെച്ച് നമ്മളൊരു ചെറു പാനടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. നമ്മളിപ്പോൾ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ആവിയൊക്കെ നല്ല പറ നിൽക്കുന്നുണ്ട്. ചൂടോടുകൂടി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ചൂടായിട്ട് നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോർക്കൊണ്ട് വെച്ചെടുക്കുന്നുണ്ട്. ആവി വറുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഇതിന് കരിമീനെ പോലെ തന്നെ നല്ല മുള്ളൊക്കെ സൈഡിലുണ്ട്. നോക്കിയിട്ട് വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കരിമീൻ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ സിലോപ്പിയ മീൻ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല പഞ്ഞ് പോയിരിക്കും. എല്ലാം ട്രൈ ചെയ്യുക. മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ.